Hi all, welcome to our podcast What's Next. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാനഡയുടെ കറണ്ട് സിനാരിയോയും ചില സ്റ്റുഡൻസിൻ്റെ കൺസേൺസുമാണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. സ്റ്റുഡൻസ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുമ്പോൾ കാനഡയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ കോമൺ ആയി അസ്യൂം ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? ഇപ്പം നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ അസ്യൂം ചെയ്യുന്നത് കാനഡയിൽ വന്ന PR എന്തായാലും ഗ്യാരണ്ടീഡ് ആണെന്നുള്ളതാണ്. ഒരിക്കലും അങ്ങനെയല്ല. ഇപ്പം ഞാൻ പോയ സമയത്ത് ഞാൻ 2018 പോയത്. ആ സമയത്ത് ഏറെക്കുറെ എളുപ്പമായിരുന്നു PR കിട്ടാൻ. കാരണം പോയിന്റ്സ് കുറവായിരുന്നു. പെട്ടെന്ന് PR കിട്ടുമായിരുന്നു നമ്മൾ പഠിച്ചിറങ്ങിയ ജോലിയൊക്കെ കിട്ടി കഴിയുമ്പോൾ. ഇപ്പം സിറ്റുവേഷൻ അങ്ങനെയല്ല. നിങ്ങൾ എപ്പോഴും കരിയറിന് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. എടുക്കുന്ന കോഴ്സ് പ്രോപ്പർ റിസർച്ചിന് ശേഷം എടുക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു PR കിട്ടാനുള്ള ഓപ്ഷൻ ഇപ്പോൾ അവിടെ ഉള്ളൂ. ഓക്കെ, അപ്പം ഈ PR ആകുന്നത് നമ്മുടെ മെയിൻ റീസൺ എന്നാണ് പറയുന്നത്? ഡെഫിനറ്റ്ലി അല്ല. കരിയറിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. നിങ്ങൾ എടുക്കുന്ന കോഴ്സ്, യൂണിവേഴ്സിറ്റി അതിന് പ്രയോറിറ്റി കൊടുക്കുക. അങ്ങനെ ആണെങ്കിൽ PR വിൽ ഫോളോ. പക്ഷേ ഒരിക്കലും PRന് വേണ്ടി എന്നും പറഞ്ഞ റാൻഡം കോഴ്സ് എടുക്കാൻ നിൽക്കരുത്. ഒരുപാട് സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൽ സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഏരിയ എന്താണ്? സ്ട്രഗിൾ ചെയ്യുന്ന ഏറ്റവും മെയിൻ ഏരിയ കോഴ്സ് സെലക്ഷൻ ആയിരിക്കും. കാരണം ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫ്രണ്ട്സും ഫാമിലിയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കാണുന്ന വെച്ചിട്ട് കോഴ്സ് അങ്ങ് എടുക്കും. പക്ഷെ ആ രീതി ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾ മെയിൻലി ആലോചിക്കേണ്ട കാര്യം, ഇപ്പോൾ ഒരു കോഴ്സ് പഠിക്കുന്നു. ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ ഏതൊക്കെ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കുണ്ട്, ഏതൊക്കെ ജോബ് കിട്ടുവാനത്, ആ ജോബിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടോ എന്ന് പ്രോപ്പർലി ആലോചിക്കുക. എന്നിട്ട് റിസർച്ച് ചെയ്ത് മാത്രം ആ കോഴ്സ് എടുക്കാൻ നിൽക്കുക. അല്ലെങ്കിൽ ആ ഓപ്ഷൻ എടുക്കാൻ നിൽക്കരുത്. ടൊറന്റോ അല്ലെങ്കിൽ വാൻകൂവറാണോ ഫസ്റ്റ് പ്രിഫറൻസ്? നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇപ്പോഴും ട്രെൻഡ് എങ്ങനെയാണോ, എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഏറെക്കുറെ അങ്ങനെയാണെന്ന് തന്നെ പറയാം. കാരണം അതിന്റെ റീസണും സിമ്പിളാണ്. നമ്മുടെ കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് ഈ ഒരു പ്രൊവിൻസിലൊക്കെയാണ്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ അവരോട് ചോദിക്കുമ്പം അവർ റെഫർ ചെയ്യുന്ന കൂടുതലും അങ്ങോട്ട് തന്നെ ആയിരിക്കും. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കുറച്ചുകൂടെ മാറി ചിന്തിക്കാൻ നോക്കുക. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ് ഏത് പ്രൊവിൻസ് ആണെന്ന് മനസ്സിലാക്കാൻ നോക്കുക. ഇപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് കൺസ്ട്രക്ഷൻ, എനർജി, എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ആൽബർട്ട പോലുള്ള പ്രൊവിൻസ് നോക്കുക. അല്ല ഇപ്പം മൈനിങ് അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് ഒക്കെ ആണെങ്കിൽ സാസ്കറ്റൂൺ അങ്ങനെ നോക്കുക. സോ കുറച്ച് റിസർച്ച് ചെയ്യുക അങ്ങനെ ബേസ്ഡ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പ്രൊവിൻസ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി എത്രത്തോളം ഇമ്പോർട്ടൻസ് നിങ്ങൾ കോഴ്സ് സെലക്ഷൻ കൊടുക്കുന്നുണ്ടോ അത്രമാത്രം ഇമ്പോർട്ടൻസ് പ്രൊവിൻസിനും കൊടുക്കുക. കാരണം നിങ്ങളുടെ ഫ്യൂച്ചർ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ ഓക്കെ. ഇവിടുന്ന് പോകുന്ന സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ കൺസേൺ ഉള്ള പോയിന്റാണ് പാർട്ട് ടൈം ജോബ്സ്. അപ്പോൾ നിങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ എക്സ്പീരിയൻസ് റിയാലിറ്റി എങ്ങനെയാണ്? ഇതിന് 2 വശമുണ്ട് ആക്ച്വലി. ഞങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടില്ല. ഞങ്ങൾ പോയ സ്റ്റുഡൻസ് തന്നെ 2 ആഴ്ചക്കുള്ളിൽ ജോലി കിട്ടിയവരുണ്ട്, 1 മന്ത് കഴിഞ്ഞിട്ട് ജോലി പ്ലേസ്ഡ് ആവാത്തവരുണ്ട്. ഒരുപാട് ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യും ഒരു പരിപാടിക്ക്. നിങ്ങൾ പോകുന്ന സിറ്റി, പ്രൊവിൻസ്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നിങ്ങൾ എത്രത്തോളം റിസർച്ച് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ഒരുപാട് മാറ്റർ ചെയ്യും. പിന്നെ ഇപ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയാണ് തന്നെ ഭയങ്കര സ്ട്രോങ് ആണ് അവിടെ. സോ അവരൊരു കണക്ഷൻസ് ഒക്കെ ബിൽഡ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് റെഫറൻസ് കിട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ അങ്ങനെയൊക്കെ ചെയ്യുക. ഇറ്റ് വിൽ ബി എ ലോട്ട് ബെറ്റർ ദാറ്റ് വേ. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് വീക്കിൽ തന്നെ ജോബ് ഓഫർ കിട്ടുമെന്ന് പ്രതീക്ഷയിലാരും ഫ്ലൈറ്റ് കയറലെന്നാണോ? ഇല്ല, അത് മാത്രം നോക്കി പോകാണ്ടിരിക്കുക. ഒരു ബാക്കപ്പ് എപ്പോഴും നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവണം. ഓക്കെ ഓക്കെ. ഇപ്പോൾ കാനഡയിൽ സെറ്റിലായ ഒരു സ്റ്റുഡൻറ്റും നന്നായിട്ട് സെറ്റിലായ ഒരു സ്റ്റുഡൻറ്റും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റും അത് നിങ്ങൾ നോട്ടീസ് ചെയ്തൊരു ഡിഫറൻസ് എന്താണ്? അത് ആക്ച്വലി നല്ല ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഈ കോഴ്സ് ചെയ്യുന്ന എൻ്റെ സമയത്ത് തന്നെ പാരലായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ സമയത്ത് തന്നെ മാക്സിമം ഇന്റേൺഷിപ്സ് ചെയ്യാൻ നോക്കുക, നെറ്റ്വർക്കിംഗ് ബിൽഡ് ചെയ്യുക, നിങ്ങൾ ലിങ്ക്ഡിൻ പ്രൊഫൈൽ മെയിൻലി നന്നായിട്ട് ബിൽഡ് ചെയ്ത് വെക്കുക. അതിൻ്റെ കൂടെ തന്നെ ഇൻഡസ്ട്രിയൽ സർട്ടിഫിക്കേഷൻസിന് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ പാർട്ട് ടൈം ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പാർട്ട് ടൈം ചെയ്യാൻ പറ്റുക. ദാറ്റ് വിൽ ബി എ റിയലി ഗുഡ് ബോണസ്. സോ ഇതിലൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്താൽ അത് നല്ലതായിരിക്കും. അപ്പോൾ ഈ ഗ്രാജുവേഷൻ എന്ന് പറയുന്ന ഒരു ഫിനിഷ് ലൈൻ അല്ല അല്ലേ? ഡെഫിനറ്റ്ലി അല്ല. ഇത് സ്മോൾ ലൈക്ക് എ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അതിനുള്ള പ്രെപ്പ് മാത്രമാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെയാണ് ശരിക്കും റൺ തുടങ്ങാൻ പോകുന്നതിന് ശേഷമാണ്. ഓക്കെ. കാനഡ കൺസിഡർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റ് ഈ പോഡ്കാസ്റ്റിൽ നിന്നും ഒരു കാര്യം മാത്രം ഓർത്തിരിക്കണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അത്? ഓക്കെ, നിങ്ങൾ മെയിൻലി മനസ്സിലാക്കേണ്ട കാര്യം കരിയറിന് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുക, കൺട്രിക്കല്ല. വെദർ ഇറ്റ്സ് ഇറസ്പെക്റ്റീവ് ഏത് കൺട്രി ആണെങ്കിലും, ജർമ്മനി, ഓസ്ട്രേലിയ, കാനഡ, കരിയറിന് ഇമ്പോർട്ടൻസ് ഫസ്റ്റ് കൊടുക്കുക. കാനഡ എപ്പോഴും നല്ലൊരു ഡെസ്റ്റിനേഷൻ ആണ്, ബട്ട് നോട്ട് ഫോർ എവ്രി വൺ. നിങ്ങളുടെ പ്ലാൻസ്, നിങ്ങളുടെ ഫ്യൂച്ചർ ഗോൾസ്, നിങ്ങളുടെ ബഡ്ജറ്റ് ഇതൊക്കെ അനുസരിച്ചിട്ടാണ് ആ കൺട്രി സെലക്ട് ചെയ്യേണ്ടത്. ദാറ്റ്സ് എ പെർഫെക്റ്റ് പോയിന്റ്. കാരണം എൻ്റെ കോളേജ് കഴിഞ്ഞ സമയത്ത് എല്ലാം ഇതുപോലെ എൻ്റെ ഫ്രണ്ട്സ് കാനഡ, ജർമ്മനി, ഇറ്റലി, സ്കോട്ട്ലാൻഡ് അങ്ങനെ പല സ്ഥലത്ത് പോകുമ്പോൾ എനിക്കും കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഇതൊരു റൈറ്റ് ഡിസിഷൻ ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ ഉള്ള. പക്ഷേ ഇപ്പം അതിനൊരു ക്ലാരിറ്റി എനിക്ക് കിട്ടി. നല്ല കാര്യം. പ്രോപ്പർ റിസർച്ച് ചെയ്യുക, നേരത്തെ പറഞ്ഞ പോലെ. ആൻഡ് ഇറ്റ്സ് നെവർ ടു ലേറ്റ് ടു സ്റ്റാർട്ട്.